നമസ്കാരം. ബിഗ് എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. എപ്പോഴാണ് ഒരു കാര്യത്തിൽ മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് എനിക്ക് തരണം. മാധ്യമങ്ങളോട് ഇന്നിങ്ങനെ പറഞ്ഞത് ED റെയ്ഡിൽ ഇതുവരെ മിണ്ടാതിരുന്ന മുഖ്യമന്ത്രി VD സതീശൻ. പഠിച്ചും മനസ്സിലാക്കിയും പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസിൽ എന്ത് റോളാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന മറുചോദ്യം. കോടതി അനുമതിയോടെ നടക്കുന്ന നിയമപരമായ അന്വേഷണത്തെ വിമർശിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. എന്നാൽ റെയ്ഡിനിടെയുണ്ടായ ക്രമസമാധാന പ്രശ്നത്തിൽ ഇടപെടും. ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ക്രിമിനൽ കുറ്റമാണ്. ഇത് യുക്തിസഹമായ രാഷ്ട്രീയ മറുപടിയാണോ എന്നതാണ് VD സതീശനോടുള്ള ചോദ്യം. ഇത് പറയാനാണോ ഇത്ര നേരം ആലോചിച്ചത്? രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ ചോദ്യം ചെയ്ത EDയെ വിമർശിച്ച ആ പഴയ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഇന്ന് ആരെങ്കിലും കണ്ടോ? മുഖ്യമന്ത്രിയായപ്പോൾ വന്ന മാറ്റമാകാം. കള്ളപ്പണം വെളുപ്പിക്കലും രാഷ്ട്രീയക്കാർ പണം വാങ്ങുന്നതും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതല്ല കേസെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CMRൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നുമുള്ള മുഖ്യമന്ത്രിയുടെ ഏറ്റുപറച്ചിൽ എന്തിനായിരുന്നു? നരേന്ദ്രമോദിയെ കണ്ടതും റെയ്ഡും കൂട്ടിക്കെട്ടുന്നവർക്കും ഇത് നല്ല തമാശയെന്ന പരിഹാസം. പൂക്കി CM പൊളിച്ചു, തീർന്നില്ല. ഇന്ന് VD സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം തുടങ്ങിയത് വന്ദേമാതര ആലാപനത്തോടെ. കേന്ദ്രത്തിനെതിരെ നയപ്രഖ്യാപനത്തിൽ വിമർശനം ഉണ്ടാകുമോ, ഗവർണർ അത് വായിക്കുമോ എന്നൊക്കെ ആകാംക്ഷയോടെ നോക്കിയിരുന്നവർ ഇളിഭ്യരായി. പൊടിക്ക് പോലുമില്ല കേന്ദ്ര വിമർശനം. സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ആഹ്വാനം. പുതുയുഗ കേരളമെന്ന് വാഗ്ദാനം. ഇന്ദിരാ ഗ്യാരണ്ടിയിലൂന്നി നയപ്രഖ്യാപനം. നയമല്ല നയരാഹിത്യമാണ് തെളിഞ്ഞതെന്ന് വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തിയപ്പോൾ പിണറായി നയമല്ല തനിക്കെന്ന് മറുപടി. ഇന്നു കണ്ട നയങ്ങൾ അനുനയമാണോ, ഉപായമാണോ, അതോ തൊടുന്യായമാണോ? കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് അവരെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം അവർ അതിനെതിരെ പ്രതികരിക്കും. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് എന്ത് റോളാണ്? നരേന്ദ്രമോദി ആദ്യമായിട്ട് കണ്ട് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പോയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ ന്യൂസ് ഡയറക്ടർ വേണു ബാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർ S വിജയകുമാർ, സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അപർണ കുറുപ്പ്, കോർഡിനേറ്റിംഗ് എഡിറ്റർ ലക്ഷ്മി പത്മ എന്നിവരാണ് ബിഗ് എഡിറ്റോറിയലിൽ എനിക്കൊപ്പമുള്ളത്. ആദ്യം വേണു ബാലകൃഷ്ണനിലേക്ക്. വേണു ബാലകൃഷ്ണൻ, നയം വ്യക്തമായോ? VD സതീശൻ ഈ EDയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ന് 3 ദിവസത്തിന് ശേഷം പ്രതികരിക്കുമ്പോൾ ഇത്രയും ദിവസം മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണമായി എന്തെങ്കിലും പ്രധാനപ്പെട്ട നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ അങ്ങനെ ഒന്നുമില്ല. നേരത്തെ സുജയ പാർവതി പറഞ്ഞതുപോലെ ഇത് പറയാനായിരുന്നു 3 ദിവസത്തെ മൗനമെന്ന് ആരും മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു പോകും. പക്ഷേ ഇതിൽ പ്രധാനമായും ആദ്യം ഒരു സന്ദേഹം നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്, ഇങ്ങനെ ഒരു അനുനയത്തിൻ്റെ രീതി കേന്ദ്ര സർക്കാരിനോട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് പുലർത്തുന്നു? മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത ഒന്നാണ് എന്നെങ്ങനെയാണ് കരുതാൻ കഴിയുക? കേരളം കഴിഞ്ഞ 10 വർഷം അനുഭവിച്ചത് ഈ മോദിയുടെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള തിരിച്ചടികളാണ്. അതെല്ലാം ഒരു പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ പുതിയ അധ്യായമായി മറക്കേണ്ടതാണ് എന്ന് എങ്ങനെയാണ് ഒരാൾക്ക് നിലപാടെടുക്കാൻ കഴിയുക? ആവർത്തിച്ച് VD സതീശൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സർക്കാരുകൾ തുടർച്ചയാണ് എന്ന്. അപ്പോൾ സർക്കാരുകൾ തുടർച്ചയാണ്, എന്നാൽ പഴയ നയങ്ങളെല്ലാം തുടരുക എന്ന് VD സതീശന് നിലപാട് പറയാമെങ്കിൽ സർക്കാരുകൾ ഇങ്ങനെ തുടർച്ചയായി ഇരിക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിൻ്റെ നയങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു ആ സർക്കാരിനെ ബാധിച്ചത് എന്നത് മറന്നുകൂടാ. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചിട്ടുള്ള നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അതൊന്നും ചെയ്യാതെയാണ് VD സതീശൻ അരാഷ്ട്രീയമായി പ്രതികരിച്ചത് മോഡി VD കൂടിക്കാഴ്ചയെപ്പറ്റി. പിന്നെ തമാശയും പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ. അങ്ങനെ തമാശ പറഞ്ഞ് സ്വയം ചിരിക്കാൻ മാത്രം തോന്നുന്ന ഇത്തരം തമാശകൾ മുഖ്യമന്ത്രി ദയവ് ചെയ്ത് ആവർത്തിക്കരുത്. പിന്നെ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇത്രയും സൂക്ഷ്മതയോടെ ഈ EDയുടെ നീക്കത്തെ, കേരളത്തിനകത്തെ EDയുടെ നീക്കത്തെ VD സതീശൻ പിന്തുണയ്ക്കുന്നത്? ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ രാഷ്ട്രീയക്കാർ കർത്തയിൽ നിന്ന് പണം വാങ്ങിയ കാര്യം പറയുന്നത് സുജയ പാർവതിയും ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും വ്യവസായികളിൽ നിന്നും പണം വാങ്ങാറുണ്ട് എന്ന്. ശരിയാണ്. ഇതിൽ ഈ പറയുന്ന കർത്തയിലേക്ക് പിന്നീട് പ്രത്യേകമായി അദ്ദേഹം വരുന്നു.
കർത്തയിൽ നിന്ന് എല്ലാവരും പണം വാങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതാക്കൾ. CPM-ന്റെ അക്കൗണ്ട് പരിശോധിച്ച് നോക്കൂ. CPM-ന്റെ നേതാക്കളും ഇദ്ദേഹത്തിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ സ്വന്തം ഭാഗം സുരക്ഷയോടെ വളരെ കരുതി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ ഞാൻ പറയാം. CPM നേതാക്കളുമായൊക്കെ വ്യക്തിപരമായി ബന്ധമുള്ള ആളാണ്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഇപ്പുറത്തുള്ള ആളാ, ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാ. ആരായി ഞങ്ങൾ? അപ്പോൾ അപ്പുറത്തെ ഈ തൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അടുത്തുള്ള ആളാണ്, ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ്. VD സതീശൻ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് പണം വാങ്ങിയിട്ടുണ്ടോ? അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോൾ PD സതീശന്? അതുകൊണ്ടാണോ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ, മന്ത്രിമാർ ഒക്കെ ഇങ്ങനെ പണം കൈപ്പറ്റാറുണ്ട്, അതിലൊരു തെറ്റുമില്ല എന്ന് മുൻകൂർ ജാമ്യം എടുക്കുന്നത്? ഇനി അതിൻ്റെ ഭാഗമായിട്ടാണോ കേന്ദ്ര സർക്കാരിനെ പറ്റി എന്തെങ്കിലും ആശങ്ക ഇനി ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങ് വഴങ്ങി നിന്നേക്കാം എന്ന ലൈൻ എടുക്കുന്നത്? ഈ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് ഒരു റോളുമില്ല എന്ന് പറഞ്ഞ് സ്വയം ആദ്യം തന്നെ രക്ഷപ്പെടുന്നത് ഇതൊക്കെ കൊണ്ടാണോ എന്ന സംശയം ഗൗരവത്തോടെ ഉയരുകയാണ്. സുജയ പാർവതി. ഓക്കെ, S. വിജയകുമാർ, എന്താച്ചാ ആവട്ടെ എന്ന് പറഞ്ഞ് കൈകെട്ടി അങ്ങ് മാറി നിൽക്കുകയാണോ VD സതീശൻ? സുജയ, ഇതിൽ നയപ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ അതിൽ ആദ്യം സംസാരിക്കും. നയപ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിൽ VD സതീശൻ സർക്കാരിൻ്റെ നയം എന്താണ് എന്നതിൻ്റെ ചില സൂചനകളും ചില ദർശനങ്ങളും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത് VD സതീശൻ നേതൃത്വം നൽകുന്ന UDF സർക്കാരിനെ നമുക്ക് വിലയിരുത്താനുള്ള സമയമാകുന്നതേ ഉള്ളൂ. ഒരു 2 മാസമൊക്കെ ആവണം ഒരു സർക്കാർ ഏത് വഴിക്കാണ് പോകുന്നതെന്നറിയാൻ. ഇവിടെ ഇപ്പോഴെന്താണ്, VD സതീശൻ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചില്ല, നയപ്രഖ്യാപനത്തിൽ വിമർശിച്ചില്ല എന്ന് പറയുന്നു. നമ്മൾ ഈ ചില ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നത് പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരം കേന്ദ്ര സർക്കാരിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ പറയുക, സംഘപരിവാറിനെതിരെ പറയുക, അങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് ഒരു മുഖ്യമന്ത്രി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും കേന്ദ്ര വിമർശനമില്ല എന്നത് വലിയ കുറ്റമായി പറയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ ഏത് സാഹചര്യത്തിലാണ് വിമർശനം ഉണ്ടാകേണ്ടത്? കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു നിലപാടെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് അതിനോട് യോജിപ്പോ വിയോജിപ്പോ അറിയിക്കാം. അതല്ലാതെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോഴും വൈകിട്ട് കിടക്കാൻ നേരവും കേന്ദ്ര സർക്കാരിനെ അങ്ങ് വിമർശിക്കുക, വാർത്താ സമ്മേളനം നടത്തി വിമർശിക്കുക, അങ്ങനെയാണോ ഒരു സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കേണ്ടത്? കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടൽ നടത്തി ചോര പൊടിയുക, അതാണോ വേണ്ടത്? സഹകരണ ഫെഡറലിസമാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആത്മാവ്. കേന്ദ്ര സംസ്ഥാന സർക്കാരും യൂണിയൻ ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ കാരണം എന്ന് അദ്ദേഹം നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. അതിലെല്ലാം ഉണ്ട്. അത് ലംഘിക്കപ്പെടുമ്പോഴാണ് വിമർശിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഈ പറയുന്ന കേന്ദ്ര ഇടപെടൽ, കേന്ദ്രം എങ്ങനെ സംസ്ഥാനത്തെ ഞെരുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളോട് VD സതീശനോട്, മുഖ്യമന്ത്രിയോട് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ആ പണം കിട്ടാതിരുന്നതിന്റെ സാഹചര്യം എന്താണെന്ന് ഞങ്ങൾ അന്വേഷിക്കുകയാണ്, പരിശോധിക്കുകയാണ്. ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ ആ പണം കിട്ടാതിരുന്നത്, സഹായം മുടങ്ങിയത്? യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വൈകിയോ? നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ? അതോ കേന്ദ്രം ബോധപൂർവ്വം നമ്മളെ ഞെരുക്കാൻ ശ്രമിച്ചതാണോ? അപ്പോൾ ഇക്കാര്യത്തിൽ ഈ സംസ്ഥാന സർക്കാർ, പുതിയ സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ചിട്ട് ഈ സുതാര്യതയുള്ള ഒരു ഗവൺമെന്റ് ജനങ്ങളോട് പറയട്ടെ, എന്തുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ഞങ്ങൾക്ക് പണം കിട്ടാതിരുന്നതിന്റെ കാരണം എന്താണ് എന്നത് പറയട്ടെ. അത് പറയാൻ അദ്ദേഹം തയ്യാറെടുക്കുക എന്ന സൂചനയുണ്ട്. ഏകപക്ഷീയമായി ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് കൊണ്ടുവന്ന ഒരു സർക്കാരാണോ നമ്മൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് എന്ന് പിണറായി വിജയൻ സർക്കാരിനോട് VD സതീശൻ സർക്കാർ ചോദിക്കുകയാണ്. അപ്പോൾ അതിന്റെ കാരണങ്ങളടക്കം ഈ സർക്കാർ അന്വേഷിച്ച് പറയും. അത് പറയട്ടെ, നമുക്ക് സമയം കൊടുക്കാം. അതല്ലാതെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കേന്ദ്രത്തിനെതിരെ വിമർശിക്കുക, രാഷ്ട്രീയമായി BJPയോട് കോൺഗ്രസിന് ഒരു ഐക്യപ്പെടലും ഒരു യോജിപ്പിന്റെയും സാഹചര്യമില്ല. BJPയുമായി ഒരു തരത്തിലും രാഷ്ട്രീയമായി ഇടതു പാർട്ടികൾക്ക് യോജിക്കേണ്ട. അത് രാഷ്ട്രീയ വിമർശനം. നമ്മൾ കേരള സർക്കാരും കേന്ദ്ര സർക്കാരുമാണ്. അങ്ങനെ ആ നിലയിലാണല്ലോ ഇതിനെ കാണേണ്ടത്. VD സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ കാണേണ്ടത്. പിന്നെ കേരളവുമല്ല, എല്ലാ ഗവൺമെന്റും സംസ്ഥാന സർക്കാരും പുതിയ സർക്കാരും പുതിയ മുഖ്യമന്ത്രിയും ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിൽ പോകും. നരേന്ദ്രമോദിയല്ല, അവിടെ ആരെ പ്രധാനമന്ത്രി? ഇപ്പോൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്തും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ പോയിട്ടുണ്ടാകും, ബൊക്കെ കൊടുത്തിട്ടുണ്ടാകും, സംസാരിച്ചിട്ടുണ്ടാവും, അതത് സംസ്ഥാനത്തെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതിനെയൊക്കെ കേരളത്തിൽ റെയ്ഡ് നടത്താനാണ് എന്ന
എന്ന തരത്തിലൊക്കെയുള്ള അതിനെ കാണുന്നത് അങ്ങേയറ്റം ബാലിശമായ വിമർശനമാണ്. അതിന് വി.ഡി. സതീശൻ പറഞ്ഞ മറുപടി തന്നെയാണ് ഗംഭീരം. ആ മറുപടി അത്തരം ബാലിശമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചവരുടെ മുഖത്തു നോക്കിയുള്ള മറുപടി തന്നെയാണ്. അത് തമാശ അല്ല, അതിൽ നല്ല ഹാസ്യവുമുണ്ട്, നല്ല രാഷ്ട്രീയവുമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെയാണ് അത്തരക്കാരെ നേരിടേണ്ടത് എന്നാണ് എൻ്റെ പക്ഷം. അപർണക്കുറുപ്പ് യോജിക്കുന്നുണ്ടോ? ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമാണ് എന്ന് തറപ്പിച്ചു പറയുന്ന മുഖ്യമന്ത്രി ED നടത്തുന്ന വേട്ടകളെക്കുറിച്ച് മുൻപെടുത്ത നിലപാടിൽ നിന്ന് നേരെ മറിയുകയാണ്. അത് മുഖ്യമന്ത്രി ആയപ്പോൾ വന്ന മാറ്റമാണോ? സുജയ, രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ED ചോദ്യം ചെയ്തതും ഇപ്പോൾ പിണറായി വിജയന്റെ വസതിയിലെത്തി ED ചോദ്യം ചെയ്തതും തമ്മിൽ കൂട്ടി ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നത്. ഈ ഒരു നിലപാട് മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന്റെ എല്ലാ നിലപാടിലും ഒരു മാറ്റമുണ്ട്. നമുക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ കണ്ടതാണ്. ഏകദേശം ഒരു രാവിലെയൊക്കെ ആകുമ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിന് വരുന്നു, എങ്ങനെയാണ് മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഓരോ ചോദ്യങ്ങൾക്കും എങ്ങനെയാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞിരുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരാണ് മാധ്യമപ്രവർത്തകരെല്ലാം. ഈ രീതിയിലുള്ള 2-3 ദിവസത്തെ മൗനത്തിനു ശേഷം എന്തുകൊണ്ടാണ് ആ മൗനം എന്തുകൊണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരമില്ലാതിരുന്നത്? ഇത് തിരിച്ചായിരുന്നെങ്കിൽ, അദ്ദേഹം ഇത് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നാണ് ഈ മൗനം ഉണ്ടായിരുന്നതെങ്കിൽ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ പറയുക എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇതത്ര സ്വാഭാവികമായിട്ടുള്ള കാര്യമോ ഒരു ഹാസ്യം എന്തെങ്കിലുമാണോ അദ്ദേഹം നടത്തിയത് എന്ന് ചോദിക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്കറിയാം, പല ഭരണാധികാരികളുമുണ്ട് ഒരു അധികാരത്തിലേക്ക് കയറുമ്പോൾ കാണിക്കുന്ന അങ്ങനെ ഒരു കപട ഗാംഭീര്യം കാണിക്കുക, എന്നൊരു പരിഹാസത്തിലേക്ക് അദ്ദേഹം എത്തുക. രാഷ്ട്രീയ നിലപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം മുഖം കറുപ്പിക്കുക, അല്ലെങ്കിൽ അത് പുഞ്ചിരിച്ചോ പരിഹസിച്ചോ തള്ളുക എന്നുള്ള കാര്യം. അപ്പോൾ UDFന്റെ ഒരു പുതുയുഗ ശൈലി, പുതുയുഗ കേരളമാണല്ലോ, ഒരു പുതുയുഗ ശൈലി എന്ന് പറയുന്നത് ഇനി മുതൽ ഇതാണോ? കന്റോൺമെന്റ് ഹൗസിൽ മാധ്യമ വിലക്കുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്ന സമയത്താണ് ഇനി മുതൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ 3 ദിവസം കഴിഞ്ഞിട്ട് ഉത്തരം പറഞ്ഞാൽ മതി മുഖ്യമന്ത്രിക്ക് എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? കേന്ദ്ര സർക്കാർ വായ്പാ പരിധി വെട്ടിക്കുറിച്ച് സാമ്പത്തിക അടിച്ചമർത്തലുകളെ കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിട്ടുള്ള ഒരാളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അപ്പോൾ അദ്ദേഹം അതിലും ഒരു കൗശലപൂർവ്വമായിട്ടുള്ള ഒരു മൗനമാണ് കാണിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഡൽഹിയിലുള്ള കേന്ദ്ര ഏജൻസികളെ കൈകളിലിരിക്കുന്ന കരിമണൽ കർത്തയുടെ ഡയറിയിലുള്ള ഈ സ്വന്തം നേതാക്കളുടെ പേരുകളൊക്കെ പുറത്തു വരും എന്നുള്ള ഒരു ഭയം കൊണ്ടുകൂടിയാണോ അദ്ദേഹം അങ്ങനെ കാണിക്കുന്നത്? അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം പോലും നയപ്രഖ്യാപനത്തിലും ഉണ്ടാകണ്ട, അതിനുശേഷം മാധ്യമങ്ങൾ ചോദിക്കലും ഉണ്ടാകണ്ട എന്ന് വി.ഡി. സതീശൻ തീരുമാനിക്കുന്നതിന് പിന്നിൽ മറ്റെന്താണ്? അതോടൊപ്പം തന്നെ ട്രഷറിയിൽ 5429 കോടി രൂപ അതുണ്ട് എന്ന് ഇടത് സർക്കാർ പറഞ്ഞ കാര്യമടക്കം RBI കണക്കൊക്കെ വെച്ച് മുന്നോട്ട് പറയുമ്പോൾ പോലും അദ്ദേഹം അതിന് ഉത്തരം പറയുന്നില്ല. സ്വാഭാവികമായിട്ടും എന്തൊക്കെയോ ബാക്കിയുണ്ട് അദ്ദേഹം പറയാൻ എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, പിണറായി വിജയനും അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് എന്തുകൊണ്ടാണ് എന്ന് KC വേണുഗോപാൽ അയച്ചൊരു കത്തുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും KC വേണുഗോപാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം തന്നെ തള്ളാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതായത് കുഴപ്പമില്ല, മോദിയോ അമിത്ഷായെ കാണുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അത് സ്വാഭാവികമായിട്ടുള്ള റൂട്ടിന് മാത്രമാണ് എന്ന് പറയുന്ന UDF ഇതായിരുന്നില്ല ഇത്ര കാലം പറഞ്ഞിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡീല് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും കൃത്യസമയത്ത് അദ്ദേഹം ഉത്തരം പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾ ബാക്കി നിർത്തുന്നുണ്ട്. ഓക്കെ, ലക്ഷ്മി പത്മയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ലക്ഷ്മി പത്മ, വി.ഡി. സതീശൻ മൗനം ഭഞ്ജിച്ചു, പക്ഷെ അദ്ദേഹം കൊടുത്ത മറുപടി തൃപ്തികരമായില്ല എന്നൊരു വിമർശനമാണ് ഉയരുന്നത്. EDയെ എന്തുകൊണ്ട് പഴയതുപോലെ കടന്നാക്രമിക്കുന്നില്ല എന്നതാകാം ആ വിമർശനങ്ങൾക്ക് പിന്നിൽ. എന്ത് തോന്നുന്നു? നയം വ്യക്തമാക്കിയോ വി.ഡി.? സുജയ, ഇന്ന് വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ അദ്ദേഹത്തോട് വിനയത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ തോന്നുകയാണ്. അദ്ദേഹം വെറും പൂക്കി മാത്രമല്ല, ഒരു പൊളിറ്റീഷ്യനാണ്, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൽ നിന്നും ഒരു സാങ്കേതികമായ മറുപടി മാത്രമാണ് ഇന്ന് കിട്ടിയത്. പിന്നെ കുറച്ച് കോമഡിയും തമാശയും ക്യൂട്ട്നെസ് വാരിവിതറിയുള്ള ചിരിയുമൊക്കെ. അതല്ല വേണ്ടത്. ശരിക്കും ഒരു രാഷ്ട്രീയമായ മറുപടി ഇന്ന് വി.ഡി. സതീശൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ കേസിൽ സർക്കാർ കക്ഷിയല്ലല്ലോ എന്നൊക്കെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ പഠിപ്പിക്കുകയാണ്. ഇത് ഏത് മാധ്യമപ്രവർത്തകർക്ക് അറിയാത്തത്? സർക്കാർ കക്ഷിയല്ല, സർക്കാർ ഇതിനകത്ത് ഒന്നും ആ തരത്തിൽ വിയോജിക്കാൻ കഴിയില്ല, സർക്കാരിന് ഇപ്പോൾ EDയെ തടയാൻ കഴിയില്ല. ഇതൊക്കെ
നമുക്കിതൊക്കെ അറിയാം. ഒരു ED റെയ്ഡ് നടന്നാൽ സംസ്ഥാന സർക്കാർ അത് തടയേണ്ടവരല്ല എന്നൊക്കെ അറിയാവുന്ന മാധ്യമപ്രവർത്തകർ തന്നെയാണ് അദ്ദേഹത്തിന്റെ മുന്നിലിരുന്നത്. പക്ഷേ അദ്ദേഹം അത് വീണ്ടും പറയുകയാണ്, ഫലിത രൂപേണ അവതരിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിച്ചത് ഒരു രാഷ്ട്രീയ മറുപടിയാണ്. സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ ഒക്കെ ED ചോദ്യം ചെയ്തപ്പോൾ പിണറായി വിജയൻ ഇവിടെ പ്രതികരിച്ചിരുന്നു. അത് രാഷ്ട്രീയമായി അവർക്ക് ഐക്യദാർഢ്യപ്പെടുന്ന ഒരു മറുപടിയാണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് അന്നുണ്ടായത്. പക്ഷേ VD സതീശൻ ഇപ്പോൾ പറയുന്നത് എന്താണ്? CPM-ന് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാം. അന്ന് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയ പ്രതിരോധം തീർത്തു. ശരിയാണ്, ഇത് രണ്ടും വസ്തുതയാണ്. ഇവിടെ ചോദ്യം ഇതാണ്, ഇവിടെ കോൺഗ്രസ് എന്താണ് അവരുടെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നതാണ് ചോദ്യം. മുഖ്യമന്ത്രി, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള അഭിപ്രായമല്ല, VD സതീശന് എന്താണ് ഇതിനകത്ത് നിലപാട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. രാഷ്ട്രീയമായ നിലപാടാണ് അവിടെ ചോദിക്കുന്നത്. ED ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും, ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കൂറുമാറ്റാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതും, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഉപകരണമായിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ വ്യക്തമായി അറിയാവുന്ന VD സതീശനോടാണ് ആ ചോദ്യം ചോദിച്ചത്. എന്താണ് സാർ നിങ്ങളുടെ നിലപാട് എന്ന്. അപ്പോഴാണ് ഈ കളിയും ചിരിയും തമാശയും ഒക്കെ അവിടെ അരങ്ങേറുന്നത്. ശരിയാണ്, ഇപ്പോൾ നരേന്ദ്രമോദിയെ കണ്ടപാടെ ഇവിടെ VD സതീശൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെയ്ഡ് നടന്നത് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ, ബാലിശമായ പരാമർശങ്ങൾ തന്നെ CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെ കളിയാക്കുമ്പോൾ അദ്ദേഹവും ഓർക്കണം, തിരിച്ചും ഡീൽ ആരോപണമൊക്കെ ആദ്യം ഉയർത്തുന്നത് ഇവിടെ ആരാണ്? പിണറായി വിജയൻ ഇവിടെ BJP-യുമായി ഡീൽ ഉറപ്പിക്കുകയായിരുന്നു എന്നൊക്കെ അദ്ദേഹം എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? എങ്കിൽ തിരിച്ചും CPM-നും ഇടതുപക്ഷത്തിനും ഇങ്ങനെയൊക്കെ തന്നെ പറയാമായിരുന്നില്ലേ? ഇതൊക്കെ ഒരു തമാശ രൂപേണ അങ്ങ് ചിത്രീകരിച്ചാൽ പോരായിരുന്നോ? അതല്ല, ഇവിടെ കൃത്യമായ രാഷ്ട്രീയ മറുപടികളാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ 193 നേതാക്കന്മാർക്കെതിരെയാണ് കേസെടുത്തതായി കേന്ദ്രം തന്നെ രാജ്യസഭയെ, പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ളത്. അതിൽ 2 കേസുകൾ മാത്രമാണ് ED കേസുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 25ഓളം നേതാക്കന്മാരെ കൂറുമാറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. ഈ കണക്കുകളൊക്കെ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് ഈ കളിയും ചിരിയും തമാശയും വന്നേ. അതുകൊണ്ടാണ് ഇത് വളരെ ഒരു കോമാളിത്തരമായി തോന്നിയത്. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായ പൊളിറ്റിക്കൽ മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. നിലപാടുകളുടെ രാജകുമാരനാണല്ലോ, ആ നിലപാടുകളുടെ രാജകുമാരന്റെ അടുത്ത് നിന്നും പൊളിറ്റിക്കലായ മറുപടി നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല എന്നതാണ് വസ്തുത. മറ്റൊന്ന്, നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആദ്യം തന്നെ ഒരു സർക്കാർ കേന്ദ്ര സർക്കാരിനോട് കൊമ്പുകോർത്ത് മുന്നോട്ട് പോകണം എന്ന അഭിപ്രായം എനിക്കില്ല. ഒരു സർക്കാരുകൾ തുടർച്ചയാണ് എന്ന് പറയുമ്പോഴും ഈ സർക്കാർ പുതുതായി തുടങ്ങുവാൻ പോവുകയാണ്. അപ്പോൾ ഈ സർക്കാരിനോടുള്ള കേന്ദ്ര നിലപാട് അറിഞ്ഞിട്ട് മാത്രം മതി വിമർശനം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. സുജയ, VD സതീശന്റെ നയം പോസിറ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അദ്ദേഹം വരുമ്പോൾ പറഞ്ഞ ഒരു വാചകം, ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും, കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ആയിരിക്കും ഭരണപക്ഷത്തിനെതിരെ ഉയർത്തുക എന്നതാണ്. ഒരു പരിധിവരെയൊക്കെ അദ്ദേഹത്തിന് അത് കഴിഞ്ഞ 5 വർഷക്കാലം പാലിക്കാൻ സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹം പോസിറ്റീവാണ്. അതായത് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണത്തിനായി വരുമ്പോൾ ഒന്നും കാണാതെ ഒരു കേന്ദ്ര ഏജൻസിക്ക് ഹൈക്കോടതി അനുമതി കൊടുക്കില്ലല്ലോ അന്വേഷണത്തിന് എന്ന കാര്യം അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട്. അതിന് ഞാൻ VD സതീശനെ അഭിനന്ദിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയ കാര്യത്തെക്കുറിച്ച്, മാധ്യമങ്ങൾക്ക് മറുപടി പറയാത്ത കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. രാവിലെ അദ്ദേഹം നടക്കാനും കുളിക്കാനും കഴിക്കാനും ഒക്കെ പോകുമ്പോൾ പിന്നാലെ പോയി മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, പിണറായി വിജയന്റെ പിന്നാലെ ഇങ്ങനെ പോകുമായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പോകുമായിരുന്നില്ല, ഒരു കൈയകലത്തിലായിരുന്നു. അങ്ങനെ തന്നെയാണ് ഈ മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് എന്ന് അദ്ദേഹം ഭംഗ്യന്തരേണ ഇന്ന് പറഞ്ഞു വെക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് പിണറായി വിജയന്റെ ശൈലിയല്ല VD സതീശന്, പക്ഷേ VD സതീശൻ സ്ട്രിക്റ്റായ ഒരു CM ആയിരിക്കും എന്നുള്ളത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എപ്പോഴും കയറി വന്ന് എന്തും ചോദിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങളൊക്കെ ഒരു അകലം പാലിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പാലിക്കാൻ അവരെ നിർബന്ധിതരാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്ന് മറുപടി വന്നത്. അതായത് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിക്കണമെന്ന് തോന്നുമ്പോൾ പറയും. അത് തന്നെയാണ് ഇന്ന് പറഞ്ഞതിന്റെ ഒരു നട്ട്ഷെല്ലായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 3 ദിവസത്തിന് ശേഷം ആ മറുപടി വന്നു. അതിനിടയിൽ പോയി ചോദിച്ച മാധ്യമപ്രവർത്തകരൊക്കെ വെറുതെ ആ ചോദ്യം ചോദിച്ച് സമയം കളഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇനി ചോദിക്കാൻ പോകുമ്പോഴേക്കും അദ്ദേഹം എപ്പോഴാണ് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറിയോടും മീഡിയ സെക്രട്ടറിയോടും 2 പേരും ഉണ്ടല്ലോ. അപ്പോൾ 2 പേരോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മറുപടി പറയാനുള്ള സൗകര്യത്തിലാണോ എന്നറിഞ്ഞതിന് ശേഷം പോയാൽ മതി. ആ സമയത്ത് നിങ്ങൾക്ക് മറ്റു വാർത്തകളൊക്കെ എടുക്കാം. അതാണ് എനിക്ക് മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്. വെറുതെ സമയം കളയണ്ട.
പിന്നെ പറഞ്ഞ മറുപടി അത് ED എന്ന കേന്ദ്ര ഏജൻസി അവർ അന്വേഷിക്കുന്നത് PMLA പ്രകാരമുള്ള കാര്യമാണ് എന്നതുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൂടി നമ്മൾ കേൾക്കണം. അപ്പോൾ PMLA പ്രകാരമുള്ള ഒരു കേസ്, അത് പിണറായി വിജയനെ അല്ല ചോദ്യം ചെയ്തത്, പിണറായി വിജയനെ അല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടുകളല്ല ഫ്രീസ് ചെയ്തത്. ഇന്ന് പിണറായി വിജയൻ തന്നെ വന്ന് പറഞ്ഞു ആരുടെ അക്കൗണ്ടാണ് ഫ്രീസ് ചെയ്തതെന്ന്. അത് അദ്ദേഹത്തിന്റെ മകളുടെ അക്കൗണ്ടാണ്. അതോടൊപ്പം തന്നെ ലോക്കറിന്റെ കാര്യത്തിൽ നടപടിയെടുത്തത് അദ്ദേഹത്തിന്റെ മകളായ വീണ തൈക്കണ്ടിയിലേതാണ്. ഇനിയിപ്പോൾ സമൻസ് വരാൻ പോകുന്നത് അത് വീണ തൈക്കണ്ടിയിൽ നിന്നാണ്, പിണറായി വിജയനല്ല. പിണറായി വിജയനെ വേട്ടയാടുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ വേട്ടയാടിയപ്പോൾ ഇറങ്ങിയതുപോലെ എല്ലാവരും ഒന്നിച്ച് ഇറങ്ങേണ്ടത് എന്ന ബോധ്യം VD സതീശനുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയം ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നല്ല രീതിയിൽ രാഷ്ട്രീയം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേർ വന്നപ്പോഴും കൃത്യമായി ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സുരക്ഷിതമായി കടന്നിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അതിൽ നിന്ന് തന്നെ VD സതീശൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്ത കാര്യം, ഈ കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇന്ന് എല്ലാവരും അധികം ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ്. മുഖ്യമന്ത്രി ഏറ്റെടുത്ത വകുപ്പുകളിൽ പ്രധാനപ്പെട്ടത് തുറമുഖ വകുപ്പാണ്. ആ വകുപ്പ് സാധാരണ ഘടകകക്ഷികളൊക്കെ ആണ് കടന്നപ്പള്ളി രാമചന്ദ്രനും അഹമ്മദ് ദേവർകോവിലും V സുരേന്ദ്രൻ പിള്ളയും MV രാഘവനും ഒക്കെ കൈകാര്യം ചെയ്ത തുറമുഖ വകുപ്പ്. അപ്പോൾ ആ വകുപ്പ് കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുകയാണ്. തുറമുഖ നഗരമാക്കി, അതായത് തീരദേശത്തെ പൂർണ്ണമായും നഗരവൽക്കരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തീരദേശത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ ഉള്ള VD സതീശന് രാഷ്ട്രീയം അറിയില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് സമ്മതിച്ചു തരമില്ല. നല്ല രീതിയിൽ രാഷ്ട്രീയം അറിയാം. അത് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം പോകുന്നത്. ഇനി വിഴിഞ്ഞം പദ്ധതിയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അതടക്കമുള്ള വലിയ പ്രോജക്റ്റുകൾ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്രത്തെ പിണക്കാത്തത്. കേന്ദ്രത്തിനെതിരായ വിമർശനം അത് നടത്തേണ്ട സമയമായില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ഞാനിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ എന്ന് പറയുന്നത് ഇതിനെല്ലാം ചേർത്തുള്ള മറുപടിയാണ്. അധികാരത്തിലേക്ക് എത്തി 11 ദിവസമേ ആയിട്ടുള്ളൂ. ആ 11 ദിവസം കൊണ്ട് VD സതീശനെ വിലയിരുത്താറായിട്ടില്ല. VD സതീശൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ചിത്രം കിടക്കുന്നതേ ഉള്ളൂ. അത് പിണറായി വിജയനും ഇടതുപക്ഷത്തിനുമൊക്കെ ഒരുപാട് സർപ്രൈസുകൾ സമ്മാനിക്കുന്ന നീക്കങ്ങളായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും EDയെ തടയാൻ പോയവർക്ക് കണക്കിന് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അവരെ അകത്താക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ പുറത്തു നിൽക്കുന്ന ആളുകളെ കൂടി അകത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായിരിക്കും ഇനി കേരളം കാണാൻ പോകുന്നത്. ചർച്ചയിലേക്ക് സുജ, ഇന്ന് VD സതീശൻ മറ്റൊരു വസ്തുതാവിരുദ്ധമായ കാര്യം കൂടി ആ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇന്ന് അവിടെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവിടെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയെ അഭിനന്ദിക്കുന്നത് കൂടി നമ്മൾ കണ്ടിരുന്നു. ഇത്രയും വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുകൂടി എനിക്ക് അതിശയം തോന്നി. കാരണം DGP അടക്കം പോയി, പോലീസ് മേധാവി അടക്കം പോയി ആഭ്യന്തരമന്ത്രിയെ കണ്ട് വിശദീകരിച്ചതാണ് അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നത്. സംസ്ഥാന ഇന്റലിജൻസ് അതിഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ പച്ചക്കള്ളം ഒരു മുഖ്യമന്ത്രിക്ക് മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി പറയാൻ തോന്നിയത് എന്നുകൂടി തോന്നിപ്പോയി ആ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ. അതിൽ പച്ചക്കള്ളം എന്താണ് ലക്ഷ്മി പത്മ? അദ്ദേഹം പറഞ്ഞത് സർക്കാരോ താനോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ രമേശ് ചെന്നിത്തലയോ അറിഞ്ഞിരുന്നില്ല ED റെയ്ഡിനെ കുറിച്ചെന്നാണ്. അത് EDയുമായി ബന്ധപ്പെട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ED അറിയിച്ചിരുന്നില്ല, അതൊരു വസ്തുതയാണ്. ED CRPFന്റെ സുരക്ഷാ വിന്യാസത്തോടെയാണ് റെയ്ഡിന് വന്നത്. അത് സംസ്ഥാന സർക്കാരിനെയോ ആഭ്യന്തരമന്ത്രിയോ എന്തിന് മുഖ്യമന്ത്രിയോ അറിയിച്ചിരുന്നില്ല. അത് അദ്ദേഹം പറഞ്ഞതിൽ എവിടെയാണ് വസ്തുതാവിരുദ്ധതയുള്ളത്? അദ്ദേഹം എവിടെയാണ് കള്ളം പറഞ്ഞത്? പറയട്ടെ ലക്ഷ്മി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ ഇടപെട്ടാൽ എനിക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. ഒരു സാമാന്യ മര്യാദ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ VD സതീശൻ കള്ളം പറഞ്ഞത് ഈ കാര്യത്തിൽ പൊളിയുകയാണ്. കള്ളം പറഞ്ഞിട്ടില്ല. ഇനി അടുത്തത് സുരക്ഷാ വീഴ്ച സംബന്ധിച്ചാണ്. സുരക്ഷാ വീഴ്ച, ഒരു അറിയിപ്പ് കിട്ടിയിട്ടും വേണ്ട സുരക്ഷ ഒരുക്കാത്തതിനെയാണ് സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത്. ഇങ്ങനെ റെയ്ഡ് നടക്കുന്നതിനെ കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ അടക്കം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണല്ലോ അറിയിപ്പ് ഉണ്ടാകാതിരുന്നിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് വന്നത്. ഇനി SHOയ്ക്ക് അവിടെ ക്രമീകരണങ്ങളിൽ വീഴ്ചയുണ്ടായി. അക്കാര്യത്തിൽ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിൽ ഇതേ VD സതീശൻ തന്നെ അതിർത്തി അറിയിച്ചു എന്നുള്ള വാർത്ത ലക്ഷ്മി കൂടി ജോലി ചെയ്യുന്ന ഇതേ ബിഗ് ടിവിയിൽ രാവിലെ ബ്രേക്കിംഗ് വാർത്തയായി വന്നതാണ്. അത് കാണുന്നില്ലേ? അല്ല ലക്ഷ്മി പത്മ, എല്ലാ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയെ അഭിനന്ദിക്കുക മാത്രമാണ്. ആഭ്യന്തരമന്ത്രി അഭിനന്ദിച്ചത് എന്തിനാണ്? കൃത്യമായ സുരക്ഷാ വിന്യാസമായിരുന്നോ സുജയ? ലക്ഷ്മിക്ക് കാര്യം മനസ്സിലാകാത്തതായിരിക്കും. സുരക്ഷാ വിന്യാസം കൃത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറുപടി കേൾക്കാൻ അല്ലെങ്കിൽ ലക്ഷ്മി ഇരുന്ന് പറഞ്ഞോളൂ. സുജയ്ക്ക് മനസ്സിലായില്ലേ അത് കണ്ടിട്ട്? അല്ല ലക്ഷ്മി, എനിക്ക് നന്നായി മനസ്സിലായി. ലക്ഷ്മിക്ക് മനസ്സിലാകാത്തതും എനിക്ക് മനസ്സിലായി. ഞാൻ പറയാം. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചയില്ല എന്ന് VD സതീശൻ അങ്ങനെ കൃത്യമായി പറഞ്ഞ ഭാഗം എവിടെയാണ്? ഏത് വാചകമാണ്? സുരക്ഷാ വീഴ്ചയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആഭ്യന്തരമന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. അത് അഭിനന്ദിച്ചത് എവിടെയാണ് ലക്ഷ്മി? കൃത്യമായി ആക്ട് ചെയ്തത് എവിടെയാണ്? അറിയിപ്പ് ഉണ്ടാകാതിരുന്നിട്ടും ഇങ്ങനെ ആൾക്കൂട്ടം കൂടുന്നത് കണ്ടപ്പോൾ അവിടേക്ക് പോലീസിനെ എത്തിച്ചു. ബേക്കറി ജംഗ്ഷന് മുന്നിൽ CPIM പ്രവർത്തകർ എത്തി. ആദ്യ മിനിറ്റുകളിൽ തന്നെ പോലീസ് സംഘം അവിടെ എത്തി. ഇനി SHOയ്ക്ക് കൃത്യമായി അവിടെ ഇന്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിട്ടും ആക്ട് ചെയ്യാത്തതിന്റെ ഒരു വീഴ്ചയുണ്ട്. ആ വീഴ്ചയെ കുറിച്ച് കൃത്യമായി രാവിലെ തന്നെ അന്വേഷിക്കുകയും പറയുകയും ചെയ്ത മുഖ്യമന്ത്രി. അതല്ലേ പോലീസ്? അല്ല ലക്ഷ്മി പത്മ,
ആ സുരക്ഷാ വീഴ്ചയും പോലീസ് വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞു. അതിന് ലക്ഷ്മിക്ക് മറുപടി ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അഭിനന്ദിച്ചത് കാര്യം പറഞ്ഞപ്പോൾ ഇടപെട്ടതിനാണ്. പോലീസ് ആക്ട് ചെയ്തു, ഇടപെട്ടതിനാണ്. മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു. സുരക്ഷാ വീഴ്ച ഇല്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടില്ല. സുരക്ഷാ വീഴ്ച ഇല്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ആക്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. അല്ല, അത് ആ വിവരം അറിഞ്ഞപ്പോൾ പോലീസ് അവിടേക്ക് എത്തിയതിനെയാണ് ആഭ്യന്തരമന്ത്രി അറിയിപ്പ് ഉണ്ടാകാതിരുന്നിട്ടും ഇടപെട്ടതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ല, ആഭ്യന്തരമന്ത്രിക്ക് അറിയിപ്പ് കിട്ടാതിരുന്നിട്ടും അദ്ദേഹം ആക്ട് ചെയ്യുന്നതിന് അഭിനന്ദിക്കുന്നതിന്, രമേശ് ചെന്നിത്തലയെ വി ഡി സതീശൻ അഭിനന്ദിക്കുന്നതിന് ലക്ഷ്മിക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? അവരൊരു ടീമല്ലേ, ടീം അല്ല, ലക്ഷ്മിക്ക് നല്ല അസഹിഷ്ണുതയുണ്ട്, അത് ബോധ്യമാകുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ SHOക്കെതിരെ നടപടിക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തത്, ഇടപെട്ടത് ഇതേ മുഖ്യമന്ത്രി വി ഡി സതീശനാണ്. അത് കാണാതെ പോകരുത്. അപ്പോൾ അത് കാണാതെ ഒരു ഭാഗം മാത്രം കണ്ടുകൊണ്ട് വിമർശിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. S വിജയകുമാറിലേക്ക്. ഇതിൽ സുജയ, ഞാൻ വേറൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ EDക്കെതിരെ EDയുടെ ഈ സമീപനത്തെ പറ്റി പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശനുള്ള നിലപാടല്ലല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ എന്ന് പറയുന്നു. അതും ഈ പറയുന്ന പിണറായി വിജയന്റെ മകൾക്കെതിരായ കേസിലെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പറയുന്നവരോട് തിരിച്ചു ചോദിക്കാനുള്ളത്, പിണറായി വിജയന് EDയോട് എല്ലാ കാലത്തും ഇതേ നിലപാടായിരുന്നോ? ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ ബിനീഷ് കോടിയേരിയുടെ കേസിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ ഒരു പ്രസംഗമുണ്ടല്ലോ, ഒരു ന്യൂസ് ബ്രീഫിംഗിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയുണ്ട്. അന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: ഇതൊരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതിൽ പാർട്ടിക്ക് പങ്കില്ല. അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്നറിയാതെ നമുക്ക് അത് സംബന്ധിച്ച് ഒന്നും പറയാൻ കഴിയില്ല. ഓർക്കണേ, അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്നറിയാതെ നമുക്ക് അത് സംബന്ധിച്ച് ഒന്നും പറയാനാകില്ല. ഇത് അന്ന് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ പറഞ്ഞതാണ്. ആ നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം എന്ന് വെച്ചാൽ ഏത് കുടുംബമാണ്? കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം നേരിട്ടോളും. അക്കാര്യത്തിൽ പാർട്ടിക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ബിനീഷ് കോടിയേരിക്കെതിരായ കേസ് പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ളതല്ല. ആ നിലപാട് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിന്റെ എക്സാക്ട് വെർബാറ്റമാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. അപ്പോൾ അന്ന് ഈ കേന്ദ്ര ഏജൻസിയുടെ കാര്യത്തിൽ പിണറായി വിജയന് എന്ത് നിലപാടാണ് ഉണ്ടായിരുന്നത്? അന്ന് കേന്ദ്ര ഏജൻസിയുടെ പക്കൽ എന്താണുള്ളതെന്ന് നമുക്കൊന്നും അറിയില്ല. ആ ഏജൻസിയുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ കുടുംബം നോക്കിക്കോളും. അപ്പോഴന്ന് ഈ കേന്ദ്ര ഏജൻസി രാഷ്ട്രീയ വേട്ട നടത്തുന്നു എന്ന ഈ ആരോപണം പിണറായി വിജയൻ അന്ന് ആരോപണമായിട്ട് ഉന്നയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ പിണറായി വിജയന് അന്നത് ആ കുടുംബം നേരിട്ടോളും, അവരുടെ കയ്യിൽ എന്താണുള്ളതെന്ന് നമുക്കറിയില്ല, അതൊരു രാഷ്ട്രീയ വേട്ടയല്ല. ഇപ്പോഴപ്പോൾ വി ഡി സതീശൻ ഇങ്ങനെ പറയുന്നതിനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിമർശിക്കുന്നത്? വി ഡി സതീശൻ ഇപ്പൊ തോന്നി അദ്ദേഹം ആ അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ എന്താണുള്ളതെന്ന് എനിക്കറിയില്ല, അത് സംസ്ഥാനത്തിന്റെ കേസല്ല, അത് ആ കുടുംബവുമായി ബന്ധപ്പെട്ട കേസാണ്, അവരത് നോക്കിയോളും, നിയമം അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് വി ഡി സതീശൻ പറഞ്ഞു. വി ഡി സതീശന് ഇപ്പോഴങ്ങനെ പറഞ്ഞത് വലിയ കുറ്റം. പക്ഷെ അന്ന് പിണറായി വിജയൻ പറഞ്ഞതിൽ ആർക്കും ഒന്നും തോന്നിയില്ലല്ലോ. അന്നെന്താ ആ ചോദ്യം ഉന്നയിക്കാതിരുന്നേ? അപ്പോൾ ഇതിൽ തരാതരം പോലെ ഇവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസി വരുമ്പോൾ അത് എന്താണ് ഈ പറയുന്ന രാഷ്ട്രീയ വേട്ട. അപ്പം അന്ന് കോടിയേരി മകനെതിരെ ഉയർന്നപ്പോൾ രാഷ്ട്രീയ വേട്ടയെ അല്ല. അന്ന് S വിജയകുമാർ, ഇപ്പോൾ ബിനീഷ് കോടിയേരി അന്ന് ഇടതുപക്ഷത്തിന്റെ നിരയിൽ CPIMന്റെ അംഗത്വമുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ CPIMകാരനായ ഒരാളെയാണ് ആക്രമിക്കുന്നത് പറയാം. വീണ തൈക്കണ്ടിയിലും CPIM അംഗത്വം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയ വേട്ടയ്ക്കായി അല്ല, കേസ് വ്യത്യസ്തമെന്നുള്ളതല്ല, രാഷ്ട്രീയമാണ്. ലക്ഷ്മി, ഞാനൊന്ന് പറയട്ടെ, ഞാൻ എന്റെ പോയിന്റ് ഒന്ന് പറഞ്ഞോട്ടെ. ലക്ഷ്മി എല്ലാത്തിലും കയറി ഇടപെടാതെ. ബിനീഷ് കോടിയേരിക്കെതിരായ കേസ്, ബിനീഷ് പണം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ബിനീഷ് കൊടുത്ത പണം അത് മയക്കുമരുന്ന് ഇടപാടുകൾക്കായി ഉപയോഗിച്ച് അങ്ങനെ ഒരു ഫണ്ടിങ് നടത്തി എന്നുള്ള കേസാണ്. പിന്നീട് അത് തേഞ്ഞു മാഞ്ഞ് ഇല്ലാതായി പോയതും നമ്മൾ കണ്ടതാണ്. 1 കൊല്ലത്തോളം ജയിലിൽ കിടക്കുകയും ചെയ്തു. ഇവിടെ EDക്കെതിരെ നേരത്തെ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വി ഡി സതീശൻ നിലപാട് മാറ്റിയെന്ന് പറയുന്നവരുടെ അറിവിലേക്കായാണ്. കേന്ദ്ര സർക്കാർ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ EDയെ ആയുധമാക്കി ഉപയോഗിക്കുന്നു. അത് തന്നെയാണ് വി ഡി സതീശന്റെ നിലപാട്. ഇവിടെ വീണ തൈക്കണ്ടിയിൽ കേന്ദ്ര സർക്കാരിന്റെ, നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ അമിത്ഷായുടെ രാഷ്ട്രീയ എതിരാളിയാണോ? പോട്ടെ, രാജീവ് ചന്ദ്രശേഖരന്റെ എങ്കിലും രാഷ്ട്രീയ എതിരാളിയാണോ? അല്ല എന്ന് തന്നെയാണ് ഉത്തരം. വീണ തൈക്കണ്ടിയിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ചെയ്ത ഒരു ക്രമക്കേട്, അത് കള്ളപ്പണ ഇടപാടിന്റെ പരിധിയിൽ വരുന്നുണ്ടോ? ആ ക്രമക്കേട് കണ്ടെത്തിയത് കേന്ദ്ര സർക്കാരിന്റെ തന്നെ അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡാണ്. അത് കണ്ടെത്തിയ ഒരു പ്രാഥമിക രേഖ അവിടെ നിൽക്കുകയാണ്. അത് വി ഡി സതീശൻ അറിയാം. അദ്ദേഹം കുറെ കാലമായി ഈ പൊതുമണ്ഡലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇടപെട്ടതാണ്. 4 കൊല്ലമായിട്ട് ഈ അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് EDക്കെതിരെ അന്ന് സംസാരിച്ചയാളാണ് വി ഡി സതീശൻ. അങ്ങനെ വിമർശിച്ച ED ഇന്ന് അതേ വിഷയത്തിൽ അന്വേഷണവുമായി വരുമ്പോൾ അതിനെയും വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി വിമർശിക്കണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? യുക്തിരാഹിത്യമാണ്. അങ്ങനെ വിമർശിക്കാൻ എങ്ങനെയാണ് കഴിയുക? ഞങ്ങൾ ഈ ആരോപണം നേരത്തെ ഉന്നയിച്ചതാണെന്ന് അദ്ദേഹം
അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ വിമർശിക്കുന്നവരൊന്നും കേൾക്കാത്തത് കൊണ്ടാണോ? അപ്പോൾ ഇ ഡിയെ കുറിച്ച് അല്ലെങ്കിൽ ഇ ഡി രാഷ്ട്രീയ വേട്ട നടത്തുന്നതിനെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ അഭിപ്രായം ഒന്നും മാറിയിട്ടില്ലെന്ന് മാത്രമല്ല, അത് ഇ ഡി എന്ന് പറയുന്ന ഏജൻസി അവർ പൂർണ്ണമായും ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ ഇ ഡി നല്ലതാണെന്ന് വി ഡി എന്ന് പറയുകയോ ചെയ്തിട്ടില്ല എന്നതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ അതുകൊണ്ട് വി ഡി സതീശൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പറയാൻ കഴിയുന്നതാണ് പറഞ്ഞത്. അത് പറയുന്നതിൽ കാലതാമസം ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. 3 ദിവസം എടുക്കേണ്ടിയിരുന്നില്ല ഇങ്ങനെ ഒരു മറുപടി പറയാൻ. അത് നേരത്തെ പറയാമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ പരിശോധിച്ച് ഇ ഡിയുടെ കൃത്യമായ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അവരുടെ അന്വേഷണം നടക്കട്ടെ, അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണമാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞെങ്കിൽ ഈ അന്വേഷണം പോകുന്നതിൽ ഇ ഡിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫൈൻഡിംഗ് സംബന്ധിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ അദ്ദേഹവും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇത് പുറത്തേക്ക് വിടുന്നുണ്ടല്ലോ. അപ്പോൾ ആ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്ക് ആ അന്വേഷണം നടക്കുന്നത് കാണുമ്പോൾ അതിനെ എന്തിനാണ് എതിർക്കുന്നത്? ഇവിടെ രാഷ്ട്രീയ വേട്ടയില്ലല്ലോ. പിണറായി വിജയൻ തന്നെ വന്ന് പറഞ്ഞല്ലോ, എന്നോട് ഇ ഡി ഒന്നും ചോദിച്ചില്ല, എന്നെ അല്ല, എന്റെ കാര്യങ്ങളല്ല പരിശോധിച്ചത്. അപ്പോൾ പിണറായി വിജയനെ അല്ല വേട്ടയാടിയത്. യഥാർത്ഥത്തിൽ CPIM-കാർ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ വേണ്ടേ കരുതാൻ വിജയകുമാർ? കാരണം പിണറായി വിജയൻ എന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗത്തെ ഇ ഡി വേട്ടയാടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മകളായ ഒരു കമ്പനി നടത്തിയ ആളുടെ ആ കമ്പനി ഇടപാടുകളിലെ അക്കൗണ്ടിലെ വൈരുദ്ധ്യം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ നടന്ന കള്ളപ്പണ ഇടപാടുണ്ടോ എന്ന പരിശോധന. അതിനെന്തിനാണ് CPIM-കാർ തെരുവിലിറങ്ങുന്നത്, വാഹനം തല്ലി തകർക്കുന്നത്, ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ വധശ്രമത്തിനടക്കം ശ്രമിക്കുന്നു എന്നുള്ള കേസ് ഉണ്ടാകുന്നത് എന്തിനാണ്? അവിടെയല്ലേ യഥാർത്ഥത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ നടന്നത് ഗുരുതര കുറ്റകൃത്യമാണ്, അതിലിനി നടപടി ഉണ്ടാകും. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു മുഖ്യമന്ത്രി പറയേണ്ടത് ഇതല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ വിജയൻ ചോദിച്ച വിഷയത്തിനകത്തൊന്ന് പറയാം. അതായത് പിണറായി കോടിയേരിയെ കൈവിട്ടു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിപ്പോൾ എടുത്തുകൊണ്ട് വന്ന ഒരു പുതിയ വാദമാണ്. അങ്ങനെ പറയുന്ന ആൾക്കാരും കോൺഗ്രസും ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾ പഠിക്കണം. ഇത് കോൺഗ്രസ് അല്ല ഈ രീതിയിൽ കൂട്ടത്തിലുള്ളവരുടെ എല്ലാവരുടെ നേതാക്കന്മാരുടെ മക്കളെല്ലാം സംരക്ഷിക്കുക എന്നുള്ളതല്ല നയം. മാത്രമല്ല ഇത് പിണറായി വിജയൻ ഒറ്റയ്ക്ക് എടുത്ത കാര്യമല്ല, ഇത് വ്യക്തിപരമായി പിണറായി വിജയൻ എന്നൊരു നേതാവ് എടുത്തതല്ല. അന്ന് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അടിസ്ഥാന തത്വമുണ്ട്. ആ അടിസ്ഥാന തത്വത്തിന്റെ ബേസിൽ ഒരു പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. രണ്ടാമത്തത്, കോടിയേരി ബാലകൃഷ്ണൻ എന്നൊരു സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് തൻ്റെ മകന്റെ കേസിൽ പാർട്ടി ഇടപെടേണ്ടതില്ല എന്ന് അന്ന് അദ്ദേഹം പരസ്യമായിട്ട് ഒരു നിലപാടെടുത്തു. മകന്റെ അറസ്റ്റ് വരുന്നു, സെക്രട്ടറി പദവിയിൽ നിന്ന് മാറി നിൽക്കാൻ കോടിയേരി സ്വയം സന്നദ്ധനായി. അത് പാർട്ടിയുടെ ഒരു വിശുദ്ധ കാത്തു സൂക്ഷിക്കാനാണ്. അത് അംഗീകരിച്ച് നിൽക്കുന്ന ഒരു പാർട്ടി നേതാവ് കൂടിയാണ് പിണറായി വിജയൻ. അതല്ലാതെ പിണറായി ഇതാ കോടിയേരിയെ കൈവിട്ടു എന്ന് വ്യാഖ്യാനിക്കുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് സംഘടനാ ശൈലിയെക്കുറിച്ച് യാതൊരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തത് കൊണ്ടാണ്. പിന്നെ മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടി സെക്രട്ടറിയുടെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന പോലീസിനെ ദുരുപയോഗം ചെയ്യാനോ പിണറായി വിജയൻ ശ്രമിച്ചില്ല എന്നാണ് പറയേണ്ടത്. അതല്ലാതെ അന്നത് ശ്രമിച്ചില്ലല്ലോ, ഇപ്പോഴാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. മാത്രമല്ല, ഒരു ജനാധിപത്യത്തിൽ ഒരു ഭരണാധികാരി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശരിയായിട്ടുള്ള കാര്യം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി നേരിടട്ടെ എന്ന നിലപാട്, അത് സ്വാർത്ഥതയല്ല, അത് ഒരു നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനമാണ്. ഈ സ്വന്തം നേതാക്കളുടെ അഴിമതി വരുമ്പോൾ വിജിലൻസിനെ കൂട്ടുപിടിക്കും, പോലീസിനെ കൂട്ടുപിടിക്കും. ഇങ്ങനെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു UDF ശൈലിയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ UDF ശൈലിയാണ് ഇടതുപക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതല്ല ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ. പിന്നെ പിണറായി കോടിയേരി സഖ്യം എന്ന് പറയുന്നത് നോക്കൂ, അതിവിടെ പുറത്തുനിന്ന് ആൾക്കാർ പറയുന്ന 1-2 വാക്കുകൾ കൊണ്ടല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എത്രയോ കാലം പതിറ്റാണ്ടുകൾ നയിച്ച നേതാക്കന്മാരാണ് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും. കോടിയേരിയുടെ അവസാന ശ്വാസം വരെ ആ വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ വീഴ്ത്താൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുമില്ല. എന്നിട്ട് അപർണ ഇപ്പോൾ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും തമ്മിലുള്ള സൗഹൃദം നമുക്കെല്ലാം അറിയാവുന്നതാണ്. കൈവിട്ടു എന്ന് വിജയൻ പറയുന്നത്, കൈവിട്ടു എന്ന് വിജയൻ എന്നുള്ളതല്ല, എടുത്ത നിലപാടിനെയാണ്. ഒരു കുടുംബ സംരക്ഷണ രാഷ്ട്രീയത്തോട്, UDFന്റെ കുടുംബ സംരക്ഷണ രാഷ്ട്രീയത്തോട് എന്താണ് സംരക്ഷിച്ചതെന്ന് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞത്? എന്താണ് സംരക്ഷിച്ചു? പറയൂ. ഞാൻ പറഞ്ഞ എന്താണെന്ന് അപർണ കേട്ടിരുന്നോ? അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന് എതിരെ ഒരു ED അന്വേഷണം വന്നപ്പോൾ പിണറായി വിജയൻ സ്വീകരിച്ച നിലപാട് എന്താണ്? അത് കേന്ദ്ര ഏജൻസിയുടെ കയ്യിൽ എന്താണ് തെളിവുള്ളതെന്ന് നമുക്കറിയില്ല, അത് ആ കുടുംബം നോക്കിക്കോളും. അന്ന് പാർട്ടി അംഗം കൂടിയാണ് എന്നാണല്ലോ ഇപ്പോ അന്ന് ബിനീഷ് കോടിയേരി പാർട്ടി അംഗമാണ്. പിണറായി വിജയൻ എടുത്ത നിലപാടല്ല, അങ്ങനെ പറയരുത്. അത് പിണറായി വിജയൻ എടുത്ത നിലപാടല്ല, അത് കോടിയേരി ബാലകൃഷ്ണൻ ആദ്യം എടുത്ത നിലപാട്, അതിനുശേഷം പാർട്ടി എടുത്ത നിലപാട്, പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരെടുത്ത നിലപാട്. അത് പിണറായി വിജയനെ തലയ്ക്ക് വെക്കരുത്. ഇത് പാർട്ടി ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാടിനെ നിങ്ങൾ എങ്ങനെയാണ് ഇത് പിണറായി എടുത്ത നിലപാടായിട്ട് പറയുന്നത്? കോടിയേരി എടുത്ത നിലപാടാണെന്നേ. കോടിയേരി എടുത്ത നിലപാടിനൊപ്പം പാർട്ടി നിൽക്കുന്നു, അതേ നിലപാടിനൊപ്പം പിണറായി വിജയൻ നിൽക്കുന്നു.
പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ കാര്യത്തിന്റെ വെർബാറ്റമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇനി പാർട്ടി എടുത്ത നിലപാട് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ഒന്നും അല്ലല്ലോ പറയാൻ, പാർട്ടി സെക്രട്ടറി അല്ലല്ലോ പറഞ്ഞത്. അന്നേരം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ്. കോടിയേരി എടുത്തത് ആ നിലപാടല്ലേ? ആ നിലപാട് എന്തുകൊണ്ട് പിണറായി വിജയൻ പിണറായി വിജയൻ എടുക്കുന്നില്ല? കോടിയേരിയെ പോലെ വിശാലമായ ഒരു നിലപാട് പിണറായി വിജയൻ എടുക്കാൻ കഴിയുന്നില്ല. എന്റെ മകൾക്കെതിരായ കേസ് മകള് നോക്കിക്കോട്ടെ, പാർട്ടി അതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയാൻ പിണറായി വിജയൻ എന്താ കഴിയാത്തത്? ആ കോടിയേരിയുടെ വിശാലമായ കമ്മ്യൂണിസ്റ്റ് ബോധം പിണറായി വിജയൻ ഇല്ലാത്ത എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് വളരെ നന്നായി. അങ്ങനെ പിണറായി മകളും ആരോപണ വിധേയർ ആരൊക്കെയാണ്? അല്ല, കോടിയേരിക്ക് കമ്മ്യൂണിസ്റ്റ് ബോധം ഉണ്ടായിരുന്നു. ഇതൊരു ഒരു പ്രത്യേക ധാർമ്മിക രോഷമാണ് ഇപ്പൊ കുറെ കാലമായിട്ട് അലയടിച്ച് കേൾക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന് ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിസ്റ്റ് ബോധം ഉണ്ടായിരുന്നു. എസ് വിജയകുമാർ അത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അപർണക്കുറിപ്പ് എസ് വിജയകുമാർ നേരിട്ടാണ് ചോദിച്ചത്. സുജി, അതിൽ ക്ലാരിറ്റി ഉണ്ട്. ഇതിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. അതിൽ അപർണയ്ക്ക് മറുപടി ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വിജയ, ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊരു ആരാണ് പാർട്ടിക്കാരൻ, ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ? അത് പിണറായി വിജയനാണോ കോടിയേരി? നമുക്ക് ഇതിന്റെ മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി പോകണം. മറുപടി അല്ല ചോദിച്ചത്. എന്റെ ചോദ്യം വളരെ വ്യക്തമാണല്ലോ അപർണ. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ച കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത പിണറായി വിജയന് ബാധകമല്ലേ? അതാണ് എന്റെ ചോദ്യം. അതിന് ആ കേസും ഈ കേസും തമ്മിൽ ഒരേപോലെയാണോ? അത് പറയും വിജയൻ, രണ്ടും ഒരുപോലെയാണോ? അല്ല, രാഷ്ട്രീയ ധാർമ്മികത ഒരേപോലെയല്ലേ? ഒരു കാര്യത്തിന് തെളിവ് പറയട്ടെ. അതൊരു ക്രിമിനൽ കേസല്ലേ? PMLA കേസിൽ വന്ന ക്രിമിനൽ കേസല്ലേ അത്? ഇത് PMLA എങ്ങനെ നിലനിൽക്കും? 182 കോടിയുടെ അഴിമതി കള്ളപ്പണ അന്വേഷണത്തിൽ വിജയൻ 182 കോടിയുടെ കള്ളപ്പണ അഴിമതിയിൽ അന്വേഷണം വീണാറ്റിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നതിന്റെ രാഷ്ട്രീയത കൂടിയുണ്ട്. അതിലെ പ്രശ്നം കൂടിയുണ്ട്. ഇന്നലെ മുഴുവൻ ഇരുന്ന കേസിന്റെ കാര്യം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ 1.72 ക്രോറിൽ മാത്രം ഇത്ര ശ്രദ്ധ? ലക്ഷ്മി, അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ലക്ഷ്മി ആഗ്രഹിക്കുന്ന ആളെ ആദ്യം പോയി ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ അയാൾക്കെതിരെ ആദ്യം കേസെടുക്കണമെന്ന് പറയാൻ കഴിയുമല്ലോ. ഞാൻ ചോദിച്ചതിന് ലക്ഷ്മിക്ക് മറുപടിയില്ല. വേറെന്തൊക്കെയോ പറയുകയാണ്. അല്ലല്ല, വേറെന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ് അപർണ. വേറെന്തൊക്കെയോ പറയുകയാണ്. ഒറ്റ വരി പറയാം. അതായത് ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ അതൊരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ ഉറവിടത്തെ കുറിച്ച്, ബംഗളൂരു മയക്കുമരുന്ന് കേസിലെ പ്രതികളുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങളെ കുറിച്ചുള്ള അന്വേഷണമാണ്. ഈ കള്ളപ്പണം പിണറായി വിജയനിലേക്ക് പോയി എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ആര് പറഞ്ഞു? അപർണയാണ് ഇപ്പോൾ പറയുന്നത്. ഞാനല്ല, അപർണയാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ പോയോ? ഈഡി പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? ഇന്നലെ മുഴുവൻ ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപർണക്കുറിപ്പാണ് പറഞ്ഞത്. അല്ല, ലക്ഷ്മി നിൽക്കൂ. ലക്ഷ്മി, ഇവിടെ ഒരു വിഷയം പറയുകയാണ്. ലക്ഷ്മി, നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപർണ ഒരു മറുപടി പറയട്ടെ. ലക്ഷ്മി, അത് വേറൊരു കാര്യമാണ്. അപർണ മറുപടി പറഞ്ഞു തീർക്കട്ടെ. പറഞ്ഞ കാര്യത്തിൽ മറുപടി പറയട്ടെ. പാർട്ടിക്കും CPM-നും മുൻ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ബന്ധമില്ല എന്നാണോ ഇത്രയും കാലം പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ലല്ലോ. പിണറായി വിജയന് ഈ പണം പോയി അപർണ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് കേട്ടോ. അപർണയെ പോലെ ഒരാൾ പറഞ്ഞാൽ വിശ്വാസമാണ്. കണ്ണടച്ചിട്ടാക്കല്ലേ ഈ രീതി? അതായത് ഈ കള്ളപ്പണം എവിടേക്ക് പോയി പറയാൻ പറ്റുമെങ്കിൽ പറയുക. ശരി, വസ്തുതകൾ ശേഖരിക്കാൻ ഒരു ഇടവേള തരാം. അപർണ ഒരു ഇടവേള തരാം. അപർണ വസ്തുത ശേഖരിച്ചോളൂ. അപർണ വസ്തുതയല്ല പറയുന്നത്. അപർണ പറയുന്നത് ആ ചോദ്യത്തിനുള്ള മറുപടിയുമല്ല. ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഇടവേള കാണാതെ പോകുന്നത് സത്യത്തിൽ.
ചർച്ചയിൽ രണ്ട് വിഷയങ്ങളിലേക്കാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വളരെ വേഗം പോകേണ്ടത്. വേണുബാലകൃഷ്ണൻ അങ്ങുകൂടി ഒന്ന് ഇടപെടണം. ഇവിടെ വലിയ തർക്കമാണ്. ബിനീഷ് കോടിയേരിയെയും അതുപോലെ തന്നെ വീണ വിജയനെയും രണ്ടുപേരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ നടന്ന ഇടപാടുകൾ വെച്ചാണ് ഈ കേസുകളിലേക്ക് പോയിരിക്കുന്നത്. അതിൽ ഒരാൾക്ക് കൃത്യമായി ജയിലിലേക്ക് പോകേണ്ടി വന്നു, അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ എന്തുകൊണ്ടാണ് 182 കോടിയിലേക്ക് പോകാതെ ഇതിൽ തന്നെ ചുറ്റിത്തിരിയുന്നത്? അതിൽ ഒരു രാഷ്ട്രീയമുണ്ട്, അതാണ് കാണേണ്ടതെന്നുള്ള വാദവുമായി ഇടയ്ക്ക് ലക്ഷ്മി പത്മ ഇടപെടുകയും ചെയ്തു. നമുക്ക് അപർണ കുറുപ്പിന്റെയും വിജയകുമാറിന്റെയും വാദങ്ങൾ അതിന്മേലൊരു തീരുമാനത്തിലെത്താൻ അങ്ങയുടെ ഒരു ലൈഫ് ലൈൻ വേണ്ടിവരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഈ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ടുള്ള താരതമ്യമാണല്ലോ ഉണ്ടായത് സുജയ പാർവതി. 2020 ആ റെയ്ഡ് നടക്കുന്നത്. ഇപ്പോൾ CPM നേതാക്കന്മാർ രണ്ട് നിലയിലുള്ള സമീപനമെടുത്തു ഈ രണ്ട് കാര്യങ്ങളിലെന്നതാണല്ലോ ഇരുന്ന വിമർശനം. അതിന് CPM നേതൃത്വം പറയുന്ന ഒരു ന്യായീകരണമുണ്ട്. അന്ന് കോടിയേരിയുടെ മകൻ്റെ വീട്ടിലാണ് റെയ്ഡ് നടന്നത്. കോടിയേരി താമസിച്ചിരുന്നത് ചിന്തയുടെ ഫ്ളാറ്റിലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇത് പിണറായിയുടെ വാടക വീട്ടിലാണ് ഇത്തവണ ED റെയ്ഡ് നടന്നത്. പിന്നെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും ഒക്കെ നേരിട്ട് വിളിപ്പിച്ചു വരുത്തുകയായിരുന്നു, എന്നിട്ട് വിവരങ്ങൾ തേടുകയായിരുന്നു, രേഖകൾ സമാഹരിക്കുകയായിരുന്നു. അതേ കാര്യം വീണയുടെ കാര്യത്തിലും ചെയ്യാമായിരുന്നു. കാരണം നേരത്തെയും വീണയെ കേന്ദ്ര ഏജൻസികൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്, അവർ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്, രേഖകൾ കൈമാറിയിട്ടുണ്ട്. അത് ആ ഏജൻസികൾക്ക് എത്രമാത്രം തൃപ്തികരമായിരുന്നു അല്ലെങ്കിൽ തൃപ്തികരമല്ലായിരുന്നോ അത് മറ്റൊരു വിഷയമാണ്, അത് അവർ പറയേണ്ടതാണ്. എന്തായാലും അവർ അതുവരെ സ്വീകരിച്ച ഒരു രീതി ഉണ്ടായിരുന്നു. ഇതെല്ലാം പിണറായി ഇവിടെ മുഖ്യമന്ത്രി ഇരിക്കുമ്പോഴാണ് എന്ന പ്രത്യേകതയുമുണ്ട്. പിന്നീട് അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോഴാണ് ഇത്രയും തിടുക്കപ്പെട്ടുള്ള റെയ്ഡൊക്കെ നടക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ED എത്തുന്നത്. അത് രാഷ്ട്രീയമായി പ്രതിരോധിച്ചുകൊണ്ട് തന്നെ നേരിടണമെന്ന് CPM തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ്. നേരത്തെ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ബിനീഷിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്ന് ഇത്തരമൊരു നിലപാടെടുത്തതിന് മറ്റൊരു വശവും കൂടെ ഉണ്ട്. കാരണം അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലമാണ്. അപ്പോൾ ഈ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ED കേസിൽ റെയ്ഡിന് വിധേയമാവുക, ED കേസിൽ അറസ്റ്റിലാവുക, പരപ്പന അഗ്രഹാര ജയിലിൽ കിടക്കുക എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സമ്മർദ്ദം കോടിയേരിക്ക് ഉണ്ടായിരുന്നിരിക്കണം. കോടിയേരിയും പിണറായിയുമായുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളതയൊക്കെ ഇവിടെ അപർണ കുറുപ്പ് പറയുന്നുണ്ടായിരുന്നു. അത് ശരി, ഓരോരുത്തർക്കും അത്തരം ബോധ്യങ്ങളാകാം. പക്ഷേ കാലം കാത്തുവെച്ച ചില മറുപടികൾ എപ്പോഴുമുണ്ട് ചരിത്രത്തിൽ. ഇപ്പോൾ VS ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അല്ലെങ്കിൽ VSനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് അടക്കമുള്ളവർ CPMനെതിരെ അല്ലെങ്കിൽ പിണറായിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ കോടിയേരിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് അടക്കമുള്ള നേതാക്കന്മാർ അത് ചെയ്യുന്നത്, പിണറായിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്. അന്ന് പിണറായിക്കും പാർട്ടിക്കും പറയാൻ കഴിയുന്ന ഒരു മറുപടി VS വിഭാഗീയതയുടെ ഭാഗമായിട്ട് ഇതൊക്കെ നടത്തുന്നു എന്നായിരുന്നു. പക്ഷേ കോടിയേരി ഏത് കാലത്താണ് വിഭാഗീയതയുടെ ഭാഗമായിരുന്നത്? ഒരിക്കലുമല്ല. അപർണ കുറുപ്പ് പറഞ്ഞതുപോലെ പിണറായി പാർട്ടിയെ നയിക്കുമ്പോഴും പിണറായി ഗവൺമെന്റിനെ നയിക്കുമ്പോഴും എല്ലാം നിഴലായിട്ടുണ്ടായിരുന്നയാളാണ് കോടിയേരി. ഒരു എതിർപ്പാളയത്തിലുമായിരുന്നില്ല കോടിയേരിയുടെ ഊണും ഉറക്കവും. അപ്പോൾ ആ കോടിയേരിക്കാണ് അത്തരമൊരു നീതി നിഷേധം നേരിടേണ്ടി വന്നത് എന്ന രൂപത്തിൽ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത് കാലം കാത്തുവെച്ച നീതിയായിരുന്നിരിക്കണം ഒരു പക്ഷേ. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഈ 182 കോടിയുടെ കാര്യമൊക്കെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതിലാണ് ഈ രാഷ്ട്രീയക്കാർ ഒന്നടങ്കം പണം വാങ്ങിയതും ഇന്നിപ്പോൾ VD സതീശനെ അതിനെ ന്യായീകരിച്ചിരിക്കുന്നതും. VD സതീശൻ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് വ്യക്തികളുമായി ബന്ധപ്പെട്ട്. അതും ചരിത്രം ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നതാണ്, അതും ചരിത്രത്തിൻ്റെ ഒരു നീതിയാണ്. ഈ പേരേഡിൽ, അതായത് കർത്ത സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ പേരേഡ് ഉണ്ടല്ലോ, അതിൽ 2 പേരുടെ പേരുണ്ടാകില്ല എന്ന് രാഷ്ട്രീയ കേരളത്തിന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതൊന്ന് VS അച്യുതാനന്ദൻ്റെ പേരാണ്, മറ്റൊന്ന് VM സുധീരൻ്റെ പേരാണ്. 2001-2006 കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വലിയൊരു നയവ്യതിയാനത്തിലേക്ക് അന്നത്തെ ആന്റണി സർക്കാർ പോകുന്നത്. അതിന് ചുക്കാൻ പിടിക്കാൻ നിന്നിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. ഈ പേരേഡിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരുമുണ്ട്. അന്ന് അതിനെതിരെ ശക്തമായ സമരത്തിലേക്ക് ഇറങ്ങിയത് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VS അച്യുതാനന്ദനായിരുന്നു, ഭരണപക്ഷത്തിനകത്ത് നിന്നുകൊണ്ട് VM സുധീരനായിരുന്നു. അന്ന് പിണറായിയുടെ പൊടി പോലും കണ്ടുപിടിക്കാനുണ്ടായിരുന്നില്ല. അന്ന് അതിന്റെ ദുരിതം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് VM സുധീരൻ. VM സുധീരൻ 2004 ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം 1000 ചില്ലുവാനും വോട്ടിന് മാത്രമാണ്, 1008 മറ്റോ വോട്ടിനാണ് VM സുധീരൻ തോൽക്കുന്നത്. കർത്തയുടെ കൈകൾ എത്രമാത്രം ഉണ്ടായിരുന്നു ആ തോൽവിയിൽ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം അന്നൊരു അപരനുണ്ടായിരുന്നു, ഒരു VS സുധീരൻ. 8000 ചില്ലുവാനും വോട്ടാണ് ആ VS സുധീരൻ പിടിച്ചത്. 77, 96, 98, 99 ഈ കാലങ്ങളിലെല്ലാം ആലപ്പുഴയിൽ നിന്ന് ജയിച്ചിട്ടുള്ള VM സുധീരൻ, സ്വീകാരനായ VM സുധീരനെ നിലംപൊത്തിച്ച കഥയും ഒരുപക്ഷെ കരിമണൽ ഡയറിയിൽ ഉണ്ടാകും.
അപ്പോൾ കരിമണൽ കഥ അങ്ങനെയൊന്നും തീരില്ല, കഥയല്ല, യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളുണ്ട്. എത്ര പെട്ടെന്ന് വളർന്ന ആ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ട ശശിധരൻ കർത്തയെ എനിക്കും അറിയാം എന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ അറിയാം, അറിയുന്നവരിലേക്ക്, പണം വാങ്ങിയവരിലേക്കെല്ലാം ഈ അന്വേഷണം എത്തുമോ? അത് നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും. ലക്ഷ്മി പത്മ, അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ലക്ഷ്മി പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് ഇഡിയും എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം. ഇന്നത്തെ ബിഗ് എഡിറ്റോറിയൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നൈറ്റ് ബ്രേക്കിംഗുമായി ധന്യ വിശ്വം പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം. Big TV, without fear or favor.